സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തൊരു നാമത്തിൽ സ്വാഗതം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ സംഗീതത്തിലും ശക്തിയിലും ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഭയവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞ ഈ ലോകത്ത് അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ അണയുന്നു പിതാവേ. ഈ സങ്കീർത്തന ഭാഗത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അടിയുറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നേറുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ നാഥ. അവിടുത്തെ ജീവനുള്ള വചനം ഞങ്ങളെ നയിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. പിതാവെ, അടിയങ്ങൾ ശ്രവിക്കുന്നു, അവിടുന്ന് അരുൾ ചെയ്താലും. 145 സങ്കീർത്തനം. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സ്തുത്യർഹനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെപ്പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും. അങ്ങയുടെ ഭീതിജനകമായ പ്രവൃത്തികളുടെ ശക്തിയെപ്പറ്റി മനുഷ്യർ പ്രഘോഷിക്കും. ഞാൻ അങ്ങയുടെ മഹത്വം വിളംബരം ചെയ്യും. അവിടുത്തെ സമൃദ്ധമായ നന്മയുടെ പ്രശസ്തി അവർ വിളിച്ചറിയിക്കും. അങ്ങയുടെ നീതിയെപ്പറ്റി അവർ ഉച്ചത്തിൽ പാടും. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടിയുടെയും മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണ്ണമായ പ്രതാപവും മനുഷ്യമക്കളെ അവർ അറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവൃത്തികളിൽ കാരുണ്യവാനുമാണ്. കർത്താവ് വീഴുന്നവരെ താങ്ങുന്നു, നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. എന്നാൽ സകല ദുഷ്ടരെയും അവിടുന്ന് നശിപ്പിക്കും. എൻ്റെ വായി കർത്താവിൻ്റെ സ്തുതികൾ പാടും. എല്ലാ ജീവജാലങ്ങളും അവിടുത്തെ വിശുദ്ധനാമത്തെ എന്നേക്കും വാഴ്ത്തട്ടെ. ദൈവജനമേ, സങ്കീർത്തനം 145 അധ്യായത്തിലെ തിരുവചനങ്ങൾ നമ്മുടെ ആത്മാവിന് ഉണർവ് നൽകുന്നവയാണ്. ദൈവത്തിൻ്റെ മഹത്വത്തെയും നന്മയെയും വാഴ്ത്തുന്ന ഒരു മനോഹരമായ സ്തുതിഗീതം. സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും, എന്നേക്കും അങ്ങയുടെ നാമം ഞാൻ വാഴ്ത്തും എന്നാണ്. ദൈവത്തിൻ്റെ അനന്തമായ ശക്തിയും അവിടുത്തെ ഭരണത്തിൻ്റെ മഹത്വവും കാരുണ്യവും ഈ സങ്കീർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ തലമുറയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികളെ അടുത്ത തലമുറയോട് വിവരിക്കണമെന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇത് ദാവീദ് രാജാവ് രചിച്ചതാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു രാജാവായിരുന്നിട്ടും ദാവീദ് തൻ്റെ ശക്തിയിലോ സമ്പത്തിലോ അല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിലാണ് ആശ്രയിച്ചത്. ജീവിതത്തിലെ പ്രതിസന്ധികളിലും വിജയങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി. സങ്കീർത്തനം 145 പ്രധാന സന്ദേശം ദൈവത്തിൻ്റെ സാർവത്രികമായ കരുണയാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം സകല സൃഷ്ടികളുടെയും മേലുണ്ട്. ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെയും നീതിയെയും എടുത്തു പറയുന്നു. ഇന്നത്തെ നമ്മുടെ തിരക്കേറിയ ലോകത്ത് ഈ സങ്കീർത്തനം നമുക്ക് ഏറെ പ്രസക്തമാണ്. ഉദാഹരണത്തിന്, ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലോ ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിലോ നാം ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ച് നാം പലപ്പോഴും സംശയിക്കാറില്ലേ? എന്നാൽ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ സകല വഴികളിലും കർത്താവ് നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും കരുണയുള്ളവനുമാണ് എന്ന്. പ്രാർത്ഥിക്കുന്ന എവരുടെ അപേക്ഷ കേൾക്കുന്ന ദൈവമുണ്ടെന്ന തിരിച്ചറിവ് നമുക്ക് ഏത് പ്രതിസന്ധിയിലും ആശ്വാസം നൽകും. സഹോദരങ്ങളെ, പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ് ഈ സങ്കീർത്തനത്തിൻ്റെ സന്ദേശം പൂർണ്ണമായി വെളിപ്പെടുന്നത്. യേശുവിൻ്റെ ഓരോ പ്രവൃത്തിയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനമായിരുന്നു.
രോഗികളെ സുഖപ്പെടുത്തുകയും പാപികളോട് ക്ഷമിക്കുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്തതിലൂടെ അവിടുന്ന് പിതാവിൻ്റെ നന്മയെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പൂർണ്ണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവീൻ എന്ന യേശുവിൻ്റെ വചനം മത്തായി 5:48 ദൈവത്തിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മെ പ്രേരിപ്പിക്കുകയും ഇതാണ് ബേസ് ലൈൻ. ബി ഹോളി ആസ് ഐ ആം. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നാമും പരിശുദ്ധിയിൽ ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ രണ്ടാം വരവിലേക്ക് ആ സമയത്തേക്ക് നാം ഒരുക്കമുള്ളവരായി ഇരിക്കുക എന്ന അവസ്ഥ അന്നുള്ള സിറ്റുവേഷനിലേക്ക് നാം വളരുകയുള്ളൂ, നാം ആയിത്തീരുകയുള്ളൂ എന്ന് തിരിച്ചറിയാം. ഈ സങ്കീർത്തനം ഇന്നത്തെ ക്രിസ്തീയ ജീവിതത്തിന് വ്യക്തമായ പാഠങ്ങൾ നമുക്ക് നൽകുന്നു. ഒന്നാമതായി, നാം നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. രണ്ടാമതായി, ദൈവത്തിൻ്റെ നന്മ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ നാം കടപ്പെട്ടവരാണ്. അതൊരു സുവിശേഷ സാക്ഷ്യമാണ് എന്ന് തിരിച്ചറിയാം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ദൈവ മഹത്വത്തിനായി തീരട്ടെ. കൂടാതെ ദൈവത്തിൻ്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അവിടുത്തെ നീതിയിൽ വിശ്വസിക്കുവാനും ചരിക്കാനും നാം നിരന്തരം ശ്രമിക്കണം. ഈ സങ്കീർത്തനം കർത്താവിൻ്റെ രണ്ടാം വരവിനുള്ള ഒരുക്കത്തെക്കുറിച്ചും നമ്മെ ചിന്തിപ്പിക്കണം. ദൈവരാജ്യത്തിൻ്റെ മഹത്വം ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലം അതിവിദൂരമല്ല. ആ സമയത്തിനായി നാം ആത്മീയമായി തയ്യാറായി ഒരുങ്ങിയിരിക്കണം. ഈ ലോകത്തിലെ നന്മകൾക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കും നന്ദിയുള്ളവരായിരിക്കുമ്പോൾ തന്നെ നിത്യജീവനെ ലക്ഷ്യമാക്കി നാം മുന്നേറണം. കർത്താവിൽ പ്രത്യാശ വയ്ക്കാം. അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടില്ല. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സങ്കീർത്തന ധ്യാനം, ഈ വചന ധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.